അസ്തു ത്രൈലോക്യദീപായ ഭക്ത അഭിമതായിനെ സമസ്ത വിദ്യാകർമ്മണെ കവിയേരവേ നമ. ഇന്ന് മകം ഗോഡ്സന്റിയുടെ ജ്യോതിഷ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടുതരിക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. ബന്ധപ്പെട്ടാൽ പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. ഇന്ന് ഇന്ത്യൻ രാശിക്കാരുടെ വക്രഗതിയിലെ ശനിയുടെ ഫലങ്ങളാണ് പറയുന്നത്. ശനി കണ്ടകസ്ഥാനത്താണ്. ജോലി രാജിവെക്കാൻ വരെ തോന്നിയ അവസരമുണ്ട്, അതെല്ലാം മാറി. ബുദ്ധിമുട്ട് ഇവയെല്ലാം മാറിക്കിട്ടും. ദാമ്പത്യ വിഷയങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ദാമ്പത്യ തടസ്സങ്ങളും മാറിക്കിട്ടും. അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വന്നുചേരും. തൊഴിൽ ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. പുതിയ തൊഴിൽ മേഖലകളിലേക്ക് രംഗപ്രവേശം ചെയ്യും. ശനി കർമ്മകാരകനാണ്. ശത്രുക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വഴിയിൽ നിന്ന് മാറിത്തരും. മുൻപോട്ട് നല്ല രീതിയിൽ പോകാം. ഗ്രഹം നിർമ്മാണം പൂർത്തിയാവും. ബാങ്ക് ലോണുകൾ സാധിച്ചു കിട്ടും. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. സന്താനങ്ങൾ പൂർത്തിയുണ്ടാകും. വിദ്യാർത്ഥികൾക്കുണ്ടാകും. അതുപോലെ അവർക്ക് വിദേശയാത്രയുള്ള അനുമതി ലഭിക്കും. ഗോചരം കൊണ്ടുള്ള ഫലങ്ങളാണ് പറയുന്നതെങ്കിലും ഇവിടെ ജാതകങ്ങളോട് കൂടി ഫലം നിർണയിക്കേണ്ടതാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് കൂടപ്പുറപ്പാണ്. അതെല്ലാം മാറിക്കിട്ടും. വിവാഹം, ജോലി ഇതെല്ലാം നേരെ ആകും. 7 വ്യാഴമുണ്ട്. സമസപ്തമാണ്. ഇവർക്ക് നവംബർ 15-ാം തീയതി വരെ നല്ല സമയമാണ്. ഭൂമികാരകനായ ചൊവ്വ നാലാമിടത്തുണ്ട്. കുടുംബമാണ്. മുടങ്ങിയ ഗ്രഹനിർമ്മാണങ്ങൾ പൂർത്തീകരിക്കും. ഇവർക്ക് ഈ ശനിയുടെ വക്രഗതി നല്ലതാണ്. ഈ നവംബർ 15-ാകം ഇവർക്ക് ഒരു നല്ല നിലയിലെത്തി സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടുതരിക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. ബന്ധപ്പെട്ടാൽ പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. ഗോഡ്സൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.